ഹലോ ഫ്രണ്ട്സ്, PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC സ്ട്രൈക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും അധികം ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും അധികം ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള സംസ്ഥാനം ഏത്? കർണാടക. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി. രാംനാഥ് കോവിന്ദ്, സക്കീർ ഹുസൈൻ. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏത്? എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏത്? എന്നൂർ തുറമുഖം. മേലേപ്പാട്ട് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേലേപ്പാട്ട് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. രാജ ഝാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജ ഝാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അമൃത്സർ. രംഗൻതിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രംഗൻതിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത്? ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത്? വാഗ ബോർഡർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. ആര്യന്മാരുടെ ഉറവിടം സപ്തസിന്ധു ആണെന്ന് അഭിപ്രായപ്പെട്ടതാര്? ആര്യന്മാരുടെ ഉറവിടം സപ്തസിന്ധു ആണെന്ന് അഭിപ്രായപ്പെട്ടതാര്? AC ദാസ്. പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം ഏത്? പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം ഏത്? രൂപാർ. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപം. പിന്റോ കലാപം. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ്. ബഹുധാന്യക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? ബഹുധാന്യക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? ഹരിയാന. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ DNA ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ DNA ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം? ഗുർഗാവോൺ, ഹരിയാന. രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? രവി. ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഹരിയാന. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നവയിൽ ഏറ്റവും ചെറുത്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നവയിൽ ഏറ്റവും ചെറുത്? ത്രിപുര. സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനം? സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനം? സിക്കിം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? ജമുന. ഇന്ത്യയിലെ 50ാമത് ടൈഗർ റിസർവ് ഏത്? ഇന്ത്യയിലെ 50ാമത് ടൈഗർ റിസർവ് ഏത്? കാംലാങ് ടൈഗർ റിസർവ്. തവാങ് ബുദ്ധമത കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ ആര്? തവാങ് ബുദ്ധമത കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ ആര്? മെരാക് ലാമ ലോഡ്ര ഗ്യാറ്റ്സോ. മെരാക് ലാമ ലോഡ്ര ഗ്യാറ്റ്സോ. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? ദിഹാങ്. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? സത്രിയ. കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഗുവാഹത്തി.
ഇന്ത്യയിലെ ചുവന്ന നദി ഏത്? ഇന്ത്യയിലെ ചുവന്ന നദി ഏത്? ബ്രഹ്മപുത്ര. ആസാം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളി. ആസാം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളി കെ ശങ്കരനാരായണൻ. ഇന്ത്യയുടെ ജനസാന്ദ്രത. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചത് ഏതു വർഷം? ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചത് ഏതു വർഷം? 2010. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം 1972. ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഗംഗ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം. റായ്പൂർ. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? ഇന്ത്യയിലെ സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? അലിരാജ്പൂർ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. അംഗവൈകല്യമുള്ളവർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. അംഗവൈകല്യമുള്ളവർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? 7516 കിലോമീറ്റർ. 7516 കിലോമീറ്റർ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിൽ ആകെ പോസ്റ്റൽ സോണുകൾ എത്ര? ഇന്ത്യയിൽ ആകെ പോസ്റ്റൽ സോണുകൾ എത്ര? 9. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നതാര്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നതാര്? ടി പ്രകാശം. കുള്ളന്മാരെ വികലാംഗരായ
അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കുള്ളന്മാരെ വികലാംഗരായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ആന്ധ്രാപ്രദേശ്. ഏത് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഏത് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? പുലിക്കെട്ട്. ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച ആദ്യ സംസ്ഥാനം. ഗുജറാത്ത്. ആന്ധ്രാപ്രദേശിൻ്റെ പുതുവത്സര ആഘോഷം. ആന്ധ്രാപ്രദേശിൻ്റെ പുതുവത്സര ആഘോഷം ഉഗാദി. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഗോദാവരി. YS രാജശേഖര റെഡ്ഡിയെ കണ്ടെത്താൻ നടത്തിയ സൈനിക നീക്കം. YS രാജശേഖര റെഡ്ഡിയെ കണ്ടെത്താൻ നടത്തിയ സൈനിക നീക്കം. ഓപ്പറേഷൻ നല്ലമല. ആന്ധ്രാപ്രദേശിലെ പ്രധാന ആദിവാസി വിഭാഗം ഏത്? ആന്ധ്രാപ്രദേശിലെ പ്രധാന ആദിവാസി വിഭാഗം ഏത്? ചെഞ്ച്. ഡിഗ്രി തലത്തിൽ നിർബന്ധിത ജെൻഡർ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഡിഗ്രി തലത്തിൽ നിർബന്ധിത ജെൻഡർ വിദ്യാഭ്യാസം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീണ സെന്റർ സ്ഥാപിച്ച വില്ലേജ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിച്ച വില്ലേജ്. നെല്ലൂർ ജില്ല. തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ചിഹ്നം. തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ചിഹ്നം കാർ. തെലങ്കാന രൂപീകൃതമായത് എന്ന്? തെലങ്കാന രൂപീകൃതമായത് എന്ന്? 2014 ജൂൺ 2. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ നിയമിതയായ ആദ്യ വനിതാ ഗവർണർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ നിയമിതയായ ആദ്യ വനിതാ ഗവർണർ. ശാരദ മുഖർജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. നാഗാർജുന സാഗർ. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ തുറമുഖമേത്? ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ തുറമുഖം ഏത്? കൃഷ്ണപട്ടണം. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം. തെലുങ്കാന. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ? ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ? ഹൈദരാബാദ്, സെക്കന്ദരാബാദ്. മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. ഹൈദരാബാദ് പട്ടണം ഏത് നദീതീരത്താണ്? ഹൈദരാബാദ് പട്ടണം ഏത് നദീതീരത്താണ്? മുസി നദീതീരത്ത്. തെലുങ്കാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി. തെലുങ്കാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. അടുത്തിടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ തെലുങ്കാനയിലെ ഉത്സവം ഏത്? അടുത്തിടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ തെലുങ്കാനയിലെ ഉത്സവം ഏത്? ബതുക്കമ്മ. ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയുടെ പ്രഥമ വനിതാ മേധാവി. ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയുടെ പ്രഥമ വനിതാ മേധാവി അരുണ ബഹുഗുണ. 1000 തൂണുകളുള്ള അമ്പലം ഏത്? 1000 തൂണുകളുള്ള അമ്പലം ഏത്? ഹനുമക്കൊണ്ട. കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ചിറ്റാർ. മദ്രാസ് പട്ടണത്തിൻ്റെ സ്ഥാപകനാര്?
മദ്രാസ് പട്ടണത്തിൻ്റെ സ്ഥാപകൻ ആര്? ഫ്രാൻസിസ് ഡേ. മിനി ജപ്പാൻ എന്നറിയപ്പെടുന്നത് ശിവകാശി. മേദാരം ജതാര ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഓപ്പറേഷൻ പോളോ നടന്ന സമയത്തെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ